ഹലോ, അത് ഫസൽ കാരാട്ടാണോ? ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. എന്തായിരുന്നു നിങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ കൂടെ പറയുന്നത്? യാഥാർത്ഥ്യങ്ങള്? യാഥാർത്ഥ്യമൊന്നുമല്ലല്ലോ. നമ്മളെല്ലാവരും അല്ല സഹോദര, എങ്ങനാ? നമ്മളെല്ലാവരും ഈ മാഹിന്റെ പ്രോഗ്രാമൊക്കെ ഡെയിലി അവൻ ചെയ്യുന്ന വീഡിയോ കാണും. നിങ്ങൾ പറയുന്നതായിട്ടും നിങ്ങൾ എന്തോരം ആൾക്കാരാണ് നിങ്ങളെ ഈ തെറി വിളിക്കുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ സങ്കടം, ഒരു മലയാളി എന്നുള്ള നിലക്ക്. നമ്മളെ നമ്മൾ ഒരു പക്ഷം എങ്ങനെ ആര് തെറി വിളിക്കുന്നു പറഞ്ഞ? ആരെ തെറി വിളിക്കുന്നു പറഞ്ഞേ? അപ്പൊ നിങ്ങളെ തെറി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല സോഷ്യൽ മീഡിയയിലൂടെ? എന്നെ തെറി വിളിച്ചതിന്റെ വേദനയിലാണ് അപ്പൊ നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച്? എങ്ങനെ എന്നെ തെറി വിളിച്ചതിന്റെ, ആളുകൾ തെറി വിളിക്കുന്നതിന്റെ വേദനയിലാണോ? നിങ്ങളൊരു മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങളും ചീത്ത പേര് കേൾപ്പിക്കുകയാണല്ലോ. എന്ത് ചീത്ത പേര് കേൾപ്പിക്കുന്നത്? നിങ്ങളെ പേരെന്താ? നിങ്ങൾ പറയുന്നൊന്നും യാഥാർത്ഥ്യമല്ല. നിങ്ങളെ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ഇരുട്ടാവുള്ളൂ, എല്ലാവർക്കും ഇരുട്ടാവൂല. അപ്പൊ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കണ്ണടച്ചാല് നിങ്ങൾക്ക് മാത്രം ഇട്ടാവോ, ബാക്കിയുള്ള കണ്ണൊന്നും അടഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇത് കാണുന്ന ആൾക്കാരാ. മുഹമ്മദേ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. മുഹമ്മദ് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കൃത്യമായ തെളിവുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. എന്ത് തെളിവ്? അഭിപ്രായം ചോദിച്ചാല് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ, ഇല്ലെങ്കിൽ കട്ടാക്കിയേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന മറുപടി കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചോദ്യം ചോദിച്ചാൽ മതി. മറുപടി നിങ്ങൾ റേഡിയോ പറയുന്ന പോലെ പറഞ്ഞ കാര്യമില്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ ആവുമ്പോ ചോദിക്കാൻ ഉത്തരം പറയാം. നിങ്ങൾ കണ്ടിന്യൂ നിർത്താണ്ട് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളല്ലേ ഈ ചോദ്യം, നിങ്ങളല്ലല്ലോ ഇത്രയും നേരം പറഞ്ഞ. ഞാനൊരു മറുപടി പറയട്ടെ. നിങ്ങൾ പറഞ്ഞതിനൊക്കെ മറുപടി പറയട്ടെ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാവരും എന്നെ തെറി വിളിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതെന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ഈ അമാസോളികൾ ഉണ്ടല്ലോ, അതായത് ഹമാസിനോട് പ്രേമം, ഇറാനോട് പ്രേമം, അതേപോലെ ഹിസ്ബുള്ളനോട് പ്രേമുള്ള ആളുകളെ കൂടെ തന്നെ ജീവിച്ചാല് അവരൊക്കെ തന്നെ എന്നെ തെറി വിളിക്കും. കാരണം എന്താ അറിയോ? ഞാനിവിടെ ഭീകരവാദത്തിനെ എതിർക്കുന്നത്, നിങ്ങളെ കൂടെയുള്ള എല്ലാ ആളുകളും ഭീകരവാദത്തെ ഞാൻ പറയട്ടെടോ, ഞാൻ മറുപടി പറയട്ടെ മുഹമ്മദേ, ഞാൻ മറുപടി പറയട്ടെടോ നിങ്ങൾ ഇസ്രായേലിൽ മുഹമ്മദേ, ഞാൻ മറുപടി പറഞ്ഞിട്ട് നീ പറയും. മുഹമ്മദേ, ഞാൻ മറുപടി പറഞ്ഞിട്ട് പറയും. മുഹമ്മദേ, നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ട് മുഹമ്മദേ, ഞാൻ പറയട്ടടോ, ഞാൻ പറയട്ടടോ കഴിയോ? മുഹമ്മദേ, ഞാനൊന്ന് പറയട്ടടോ. ഞാനത് പറഞ്ഞ് തീർത്തിട്ട് ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കും. അപ്പൊ നീ ചോദിച്ചാൽ മതി. മനസ്സിലാക്കുന്നല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ നിന്റെ കൂടെയുള്ള എല്ലാ ആളുകളും ഭീകരവാദ തീവ്രവാദ അനുകൂലികളായതുകൊണ്ടാണ് യാഥാർത്ഥ്യം പറയുന്ന എന്നെ തെറി വിളിച്ചു നടക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഈ മാഹിൻ എന്ന വ്യക്തിനെ ഈ വ്യക്തിപരമായിട്ടല്ല വിമർശിക്കുന്നത്. മാഹിൻ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് വിമർശിക്കുന്നത്. മനസ്സിലായോ? മാഹിനി നിങ്ങൾ ചോദിച്ചല്ലോ ഇസ്രായേലിൽ നിനക്ക് പോകാൻ പറ്റുമെന്ന്. എനിക്ക് എന്താ പോകുന്നതിന് പ്രശ്നം? ഞാൻ ഇസ്രായേലിലേക്ക് പോകുന്നതിന് നിനക്കെന്താ പ്രശ്നം? ഞങ്ങൾ ഈ മാസം നിങ്ങൾ ഇസ്രായേലിൽ പോവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ നിൽക്കും. എങ്ങനാ സുഹൃത്ത്? ഞാനേ മുഹമ്മദേ പറഞ്ഞു കേക്ക്. എനിക്ക് ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിനക്ക് ഇറാനിൽ പോകാൻ പറ്റുമോ? നീയൊക്കെ പിന്തുണക്കുന്ന ഗാസയിൽ പോകാൻ പറ്റുമോ? നീ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിനക്ക് പോകാൻ പറ്റുമോ? ഞാൻ പോവും. ഈ ഗാസയിൽ പോകുന്ന ഫസൽ വീഡിയോ ഒന്ന് നിർത്തി തരൂ. ഗാസയിൽ ഈ മാസത്തിനുള്ളിൽ ഈ പറയുന്ന മുഹമ്മദ് വിളിച്ചാൽ മുഹമ്മദിനെ കൃത്യമായിട്ട് പറയാം. മുഹമ്മദ് എഴുതി വെച്ചോ, ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഗാസയിൽ മുഹമ്മദ് ഈ മാസം പോവുകയാണെങ്കിൽ ഫസൽ ഈ വീഡിയോ ഒന്ന് നിർത്തും ചെയ്യുന്നത്. മനസ്സിലായോ? ഉറപ്പാണോ? അവിടെ പോയിട്ട് ഒരു 10 ദിവസമുള്ള വീഡിയോ എടുക്കണം ലൈവായിട്ട്. മനസ്സിലായോ? നിന്റെ നമ്പറില് വാട്സപ്പ് ഉണ്ടല്ലേ? നീ പറഞ്ഞു കേൾക്കുന്നില്ലേ? നീ ഗാസയിൽ പോയിട്ട് അവിടുന്ന് വീഡിയോ ഇടുക. എങ്ങനാ? ഞാൻ ഗാസയിലെത്തി എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലായോ? നീ എവിടുന്ന? ദുബായിന്നല്ലേ വിളിക്കുന്നത്? അല്ല മോനെ, ഈ ഗാസയിലേക്ക് ഇങ്ങനെ എത്തുക ഒന്ന് പറഞ്ഞു. മണ്ണുണ്ണിയാണല്ലേ വിളിച്ച്? എടാ മൊണ്ണേ, അവിടെ യുദ്ധം നടന്നിട്ട് അവിടേക്ക് ഈ ഗാസയിലേക്ക് പോവാൻ പറ്റൂല മണ്ണുണ്ണി. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഒരു മൊണ്ണ എന്നെ വിളിച്ചിട്ട് ഗാസയിലേക്ക് പോവും, എല്ലാവരും പോകുന്ന വഴിക്ക് ഞാനും പോവും എന്നൊക്കെയാ
വിളിച്ചു പറയുന്നത്. ഇത്തരം സകല ഹമാസ് പ്രേമികളോടും ഒരു യാഥാർത്ഥ്യം അങ്ങ് മുന്നോട്ട് വെക്കാം. എജാതി മൊണ്ണകളായി ഹമാസ് പ്രേമികൾ എന്ന് പറയുന്നത്. ഇവരൊക്കെ എവിടെ നിന്ന് എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? തള്ളി മറിക്കുന്ന മൗദൂദി ചാനൽ മുതൽ തീവ്രവാദ അനുകൂല ചാനലുകളൊക്കെ കണ്ട് ഇവരൊക്കെ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് സകല ആളുകൾക്ക് ഈ ഒരു കോള് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗാസയിലേക്ക് ഓടുമെന്ന് പറഞ്ഞ മൊണ്ണയോടും അതേപോലെ തന്നെ ഇതൊക്കെ വിശ്വസിക്കുന്ന സകല ഹമാസ് പ്രേമികളോട് കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഗാസയുടെ മാപ്പാണ്. എങ്ങനെയാണ് ഗാസയിലേക്ക് ഒരാൾക്ക് പോവാൻ സാധിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ച് തരാം. ഒന്ന്, എയർപോർട്ട്, അതായത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്, യാസർ അറഫാത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് ഈ പറയുന്ന ഗാസയിൽ ഉണ്ടായിരുന്നു. അതായത് 1998 ഒരു എയർപോർട്ടൊക്കെ അവിടെ പ്രവർത്തനം തുടങ്ങി. സകലരും മനസ്സിലാക്കേണ്ടത് 7 ലക്ഷം ആളുകൾക്ക് വർഷത്തിലും സഞ്ചരിക്കാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ളൊരു എയർപോർട്ടായിരുന്നു ഈ ഗാസയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2001 ഡിസംബറോട് കൂടിയിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാണ്, ഈ ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ നടത്തിയിരുന്നത് പലസ്തീനിയൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ആൻഡ് ഇസ്രായേലി ഗവൺമെന്റും ആയിരുന്നു. ഈ രണ്ട് സംവിധാനം, ഇസ്രായേലി ഗവൺമെന്റോട് കൂടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2001 അതായത് കൃത്യമായിട്ട് 3 വർഷം മാത്രമാണ് അത് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. 2001 ഡിസംബറിൽ കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ കൺട്രോൾ ടവർ, റഡാർ സ്റ്റേഷൻ ഒക്കെ തന്നെ അടിച്ചങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഈ വ്യോമസേനയുടെ ബോംബർ വിമാനങ്ങൾ വന്നിട്ട് അതങ്ങ് തകർത്ത് തരിപ്പണാക്കി, ബോംബിട്ടങ്ങ് തകർത്തു. പിന്നീട് കൃത്യമായിട്ടത് ഈ 2002 ജാനുവരിയിൽ അതിൻ്റെ റൺവേയും ബുൾഡോസർ വെച്ചങ്ങ് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഗാസയിൽ ഈ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കേവലം 3 വർഷം. കാരണം ഇതെന്തുകൊണ്ടാണ് ഇസ്രായേൽ തകർത്തത്? ഈ 98 കാലത്ത് തന്നെ രണ്ടാം ഇൻതിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസും ഈ പലസ്തീനിലുള്ള ഒരുപാട് ഭീകര സംഘടനകളും കൂടിയിട്ട് ഈ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ആക്രമിക്കുക, എന്നിട്ട് ഈ ഹമാസിന്റെയും സകല നേതാക്കന്മാരും ഇന്റർനാഷണൽ എയർപോർട്ടുമായി ഗാസയെന്ന് നേരെ രാജ്യം കടക്കുക. ഈ ഒരു സിസ്റ്റം തുടർന്നോട് കൂടിയിട്ട് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഈ ഗാസയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് ബോംബിട്ടങ്ങ് തകർത്തു. അപ്പോ വിമാനമാർഗമുള്ള യാത്ര അവിടേക്ക് നടക്കില്ല. രണ്ടാമതായിട്ട് വരുന്നത് കടൽ മാർഗമാണ്. ഈ മൊണ്ണയൊക്കെ മനസ്സിലാക്കണോ, ഈ കടൽ മാർഗം ഒരു തരത്തിലും ഗാസയിലേക്ക് എത്താൻ സാധിക്കില്ല. കൃത്യമായിട്ട് ഇസ്രായേലിന്റെ നാവികസേനാ സംവിധാനങ്ങളുണ്ട്. ഗാസയിലെ ആർക്കെങ്കിലും മീൻ പിടിച്ചൊക്കെ ജീവിക്കണമെങ്കിൽ അവർക്ക് മാത്രമേ അവിടേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കൂ. ഇനി മൂന്നാമതായിട്ടുള്ളത് ഇസ്രായേലിന്റെ ഭാഗത്തു കൂടി, നാലാമതായിട്ടുള്ള ഈജിപ്ത് വഴിയാണ് ഗാസയിലേക്ക് പോകാൻ പറ്റുന്ന മാർഗങ്ങൾ. ഇസ്രായേൽ വഴി ഒരാൾക്കും അവിടേക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഈജിപ്ത്, നമുക്കറിയാം റഫാ ക്രോസിംഗ് ഈജിപ്തിന്റെ ഒരു തരത്തിൽ ഇസ്രായേലിനെ പേടിച്ചിട്ട് കൊട്ടിയടിച്ച് കളഞ്ഞതാണ് ഈജിപ്ത് ഈ റഫാ ക്രോസിംഗും. അപ്പോ സകല ഒരു വഴിയിൽ ഗാസയിലേക്ക് പോവാന്, എന്നിട്ടും നമ്മളെയൊക്കെ വിളിക്കുന്ന ഹമാസോളിയൊക്കെ കരുതുന്നത് ഗാസയിൽ ആർക്കും പോവാൻ സാധിക്കും എന്നൊക്കെയാ. എന്തൊരു പടുവിഡ്ഢികളാണ് ഈ ഹമാസ് പ്രേമികള്. ഇതൊക്കെ തന്നെ ഇവിടെയുള്ള മൗദൂദികൾ, ഓൺലൈൻ ചാനലുകളൊക്കെ വലിയ സംഭവമാക്കി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാ കുറെ മണ്ണുണ്ണികൾ ഇത്തരം വലിയ സ്വപ്നമൊക്കെ കണ്ട് നടക്കും. ഗാസയിലേക്ക് പോകാൻ ദുബായിൽ നിന്ന് വിളിച്ചാളെ ഗാസയിലേക്ക് പോകുമ്പോൾ ഏത് വഴി, എന്തൊരു മൊണ്ണകളായവന്മാരൊക്കെ. അതേപോലെ തന്നെ ഇതേ മൊണ്ണ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇസ്രായേലിലേക്ക് പോകാൻ സാധിക്കുമോ എന്നൊക്കെ. ഇതൊക്കെ ഒരു വെല്ലുവിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇസ്രായേലിനെ എതിർക്കുന്ന മാഹിൻ എന്ന വ്ളോഗർക്ക് ഇസ്രായേലിൽ പോയിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ആർക്കാണ് ഇസ്രായേലിൽ പോവാൻ പ്രശ്നം ഉണ്ടാവുക? ഈ മാഹിന് പോലും പോകാൻ പറ്റുമെങ്കിൽ ആർക്കും ഇസ്രായേലിലേക്ക് പോവാം. അവിടേക്ക് ആർക്കും ഏത് സമയത്ത് പോവാൻ സാധിക്കൂ? ഇതൊക്കെ ഒന്ന് ഈ മൊണ്ണകൾക്കൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പിന്നെ എന്നോട് പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ആളുകൾ
തെറി വിളിക്കുന്നുണ്ട്. അതെങ്ങനെ വിളിക്കാതിരിക്കുക? ഈ ഹമാസോളും ഇവന്റെ കൂടെ ഉണ്ടാകുന്ന സകലരും ജിഹാദികളും ഈ പറയുന്ന സുഡുകളും ഇറാൻ പ്രേമികളും ഹിസ്ബുള്ള പ്രേമികളും ഹമാസ് പ്രേമി ഇവർ ഒരുമിച്ച് മാത്രമാണല്ലോ ഈ തീവ്രവാദ അനുകൂലികൾ നടക്കുക. ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തെറി വിളിക്കുന്നതിൽ ഒരത്ഭുതമില്ല. ഇത്തരം തെറിവിളികൾ കൊണ്ടോ അല്ലെങ്കിൽ തെറി വിളിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ കൊണ്ടോ നെറ്റ് കോൾ കൊണ്ടോ എന്നെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടൊന്നോ ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യത്തിനൊപ്പം നീതിക്കൊപ്പം അടിയുറച്ച് തന്നെ മുന്നോട്ട് പോവാനാണ് തീരുമാനമെന്ന് ഇത്തരം ഫോൺ വിളിക്കുന്ന സകല ആളുകളോടും എനിക്ക് പറയാനുള്ളത്.